വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കപ്പപ്പുഴുക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു കപ്പ എടുത്തിട്ടുണ്ട്. ഇതൊരു കിലോ ഉണ്ട്. അതിൻ്റെ ഈ സൈഡും ഈ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കളയണം. എന്നിട്ടിത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ തോലെല്ലാം എടുത്തിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് കപ്പയിൽ ഈ സയനൈഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില കപ്പകളൊക്കെ കഴിക്കും. അത് സയനൈഡ് ചിലപ്പോൾ കൂടിയ കപ്പയായിരിക്കും. അതിന് നമുക്കിത് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. ഇതാ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആദ്യം ഇത് അരിഞ്ഞ ഒരു 2-3 കഴുകിയ ശേഷം പിന്നെ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇതിന് ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ എത്ര കയ്പുള്ള കപ്പയാണെങ്കിലും അതിൻ്റെ കയ്പ് മാറിക്കിട്ടും. ഇതിൻ്റെ നടുക്കൊരു നാരുണ്ടാകും. ആ നാര് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ. പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണിത്. ഇതാ ഇങ്ങനെ ഒരു നാരുണ്ടാവും. അതിങ്ങനെ എടുത്ത് കളയണം. കളഞ്ഞിട്ടിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിടണം. ഇതിങ്ങനെ അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറോളം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് അത് നന്നായിട്ട് 2-3 പ്രാവശ്യം കൂടെ കഴുകി എടുക്കണം. കപ്പയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ഈ കപ്പ ഇട്ടാൽ അതിന് മുകളിൽ വെള്ളം നിൽക്കണം. ആ ഒരളവിൽ വേണം വെള്ളം തിളപ്പിക്കാൻ. ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കപ്പോൾ കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഉപ്പ് കുറവുണ്ട്, ഞാനൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് വേകുന്നത് വരെ ഇനി തിളപ്പിക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ കോരിയെടുക്കുകയോ അല്ലെങ്കിൽ ചോറ് വാർക്കുന്ന മാതിരി അടപ്പ് കൊണ്ട് അടച്ചിട്ട് വാർത്തെടുക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഈ പാത്രത്തിലേക്ക് ഞാനിങ്ങനെ കോരിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെള്ളം അത് വാർന്ന് പൊക്കോളൂ. ഇങ്ങനെ പൊക്കോളൂ. ഇനി ഇതിലേക്ക് അരപ്പ് അരച്ച് ചേർക്കണം. അരച്ചിടാനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ അത് ഒരു 1.5 കപ്പുണ്ട്. 4 പച്ചമുളക്, 12 വെളുത്തുള്ളി അല്ലി വലുതായി എടുക്കുന്നതെങ്കിൽ ഒരു 6-7 എണ്ണം എടുത്താൽ മതി. ഒരു 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് മുളക് പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം. കപ്പ വേവിച്ചതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം ക്രഷ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ അത് അരിഞ്ഞ് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഇത് ചതയ്ക്കാനായിട്ടുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. അല്ലെങ്കിൽ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ മാത്രം ചതച്ചെടുത്തിട്ട് ബാക്കി സാധനങ്ങൾ ക്രഷ് ചെയ്തതിൽ ചേർത്ത് ഞെരടി എടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിനി നേരത്തെ കോരി വെച്ചിരുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കണത്. ഉപ്പ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് അരപ്പ് വേകുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം.
ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. 2 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ബൈ.